ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മത്തങ്ങ കൊണ്ടുള്ള പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ മത്തൻ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ മത്തങ്ങയെല്ലാം കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ഇത് വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ഒഴിച്ച് അടച്ചു വെച്ച് നമുക്ക് ഇതൊന്ന് 4 വിസിലിൽ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. ഞാൻ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. 1/4 സ്പൂൺ അളവിൽ ചെറിയ ജീരകം, 5 ഏലക്ക കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒരു ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ വെല്ലവും കൂടി ഞാൻ ഉരുക്കിയെടുക്കുന്നുണ്ട്. 5 വെല്ലമാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി നല്ലതുപോലെ ഒന്ന് ഉരുക്കിയെടുക്കാം. വെല്ലം ഇവിടെ നന്നായിട്ട് തന്നെ ഞാനിവിടെ ഉരുക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ മത്തനെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് ഞാൻ നന്നായിട്ട് തന്നെ ഇതൊന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെല്ലം ഉരുക്കി വെച്ചത് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1/4 ഗ്ലാസ് അളവിൽ അരി നന്നായിട്ട് തന്നെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കാം. ഇതിവിടെ നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് എന്താക്കാം, കുറേശ്ശെയായിട്ട് ഈ പായസത്തിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ തിളച്ച് വന്നാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാനിലോട്ട് ഞാൻ 2 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് തന്നെ ചൂടായി വരുമ്പോൾ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇനി ഇതിലോട്ടേക്ക് കുറച്ച് ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ മൂത്ത് വരുമ്പോൾ നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല. ഇതിവിടെ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പായസത്തിലോട്ട് ഇട്ട് കൊടുക്കാം.
അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.